ഒരു ആശുപത്രിയുടെ ചിത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുന്നത്. കോൺഗ്രസ് നേതാക്കൾ, യൂത്ത് കോൺഗ്രസ് KSU നേതാക്കൾ നിൽക്കുന്ന ഒരു ചിത്രം. ആശുപത്രിയാണോ അതല്ല അതൊരു 5 സ്റ്റാർ ഹോട്ടലാണോ എന്ന സംശയം മാത്രമേ ഉണ്ടാകൂ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ. എന്നാൽ അത് കണ്ണൂർ ജില്ലാ ആശുപത്രിയാണ്. പ്രേക്ഷകർക്ക് ചിത്രം കാണാം. ആ ചിത്രത്തിൽ KSU നേതാക്കൾ നിൽക്കുന്നുണ്ട്. മനോഹരമായ ചിത്രമാണ്. അത് കണ്ണൂർ ജില്ലാ ആശുപത്രിയുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കാണ്. അതിനകത്താണ് നിൽക്കുന്നത് KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും നേതാക്കൾ. എന്തിനാണ് അവർ അവിടെ നിൽക്കുന്നത് എന്നല്ലേ? കഴിഞ്ഞ ദിവസം നടന്ന സംഘർഷം. മന്ത്രി വീണ ജോർജിനെതിരെ കരിങ്കൊടി പ്രതിഷേധമുയർത്തുന്നു. വീണ ജോർജിനെ ആക്രമിക്കാൻ ചെല്ലുന്നു. സംഘർഷമുണ്ടാകുന്നു. ആ സംഘർഷം കണ്ണൂരിൽ തെരുവിലേക്ക് വരുന്നു. തെരുവിൽ സംഘർഷമുണ്ടാകുന്നു. KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും SFI DYFI പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്നു. അങ്ങനെ ആളുകൾ ജില്ലാ ആശുപത്രിയിലെത്തുന്നു. ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ. അതിന് ചിത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. ആ ആശുപത്രിയിൽ കിടക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും പ്രവർത്തകരെ കാണാൻ പോയവരാണ് അവിടെ നിന്ന് അവരോടൊപ്പം നിന്ന് സംസാരിക്കുന്നതും അവർ കൂട്ടമായി നിന്ന് സംസാരിക്കുന്നതുമൊക്കെയായ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചത്. ആ ഫോട്ടോയാണ് ഇപ്പോൾ സജീവമായി ചർച്ചയാകുന്നത് സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു കമൻറ്റ് ഇങ്ങനെയാണ്: KSU നേതാക്കൾ നിൽക്കുന്ന ഈ മനോഹരമായ കണ്ണൂർ ജില്ലാ ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന് പിന്നിൽ പ്രവർത്തിച്ചവർ 3 സ്ത്രീകളാണ്. KK ശൈലജ, വീണ ജോർജ് ആരോഗ്യമന്ത്രിമാർ, PP ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. ഒരു ജില്ലാ ആശുപത്രിയുടെ അത്യാഹിത വിഭാഗമാണ്. 2016 മുമ്പ് ഏതെങ്കിലും ഒരു ജില്ലാ ആശുപത്രിയിൽ ഇതുപോലെയുള്ള ഒരു ചിത്രം KSUവിന് ഷെയർ ചെയ്യാൻ കഴിയുമോ എന്ന് വലിയ ചോദ്യമാണ് ഉയർന്നിരിക്കുന്നത്. ആശുപത്രിയിൽ സൗകര്യം പോരാ, പൊതുജന ആരോഗ്യം വെന്റിലേറ്ററിലാണ്, ആരോഗ്യ മേഖല മുഴുവൻ തകർന്ന് തരിപ്പണായി നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും UDFും KSUവും ഒക്കെ സമരത്തിന് ഇറങ്ങിയിരിക്കുന്നത്, മന്ത്രിയെ കയ്യേറ്റം ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം ചികിത്സ തേടി അവർ ആശുപത്രിയിൽ എത്തുമ്പോൾ ഈ ആരോഗ്യമന്ത്രി പിണറായി സർക്കാർ വികസിപ്പിച്ച ആശുപത്രിക്ക് അകത്ത് നിന്നിട്ടാണ്, ആ ആശുപത്രിയിൽ വെച്ചാണ് ചികിത്സ തേടുന്നത് എന്നുകൂടി ഓർക്കണം. എത്രമാത്രം മാറ്റമാണ് കേരളത്തിലെ പൊതുജന ആരോഗ്യ മേഖലയിൽ ഉണ്ടായത് എന്ന് വെറുതെ ഒന്ന് കേരളത്തിലൂടെ യാത്ര ചെയ്താൽ നമുക്ക് മനസ്സിലാകും. 10,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ അടിസ്ഥാന സൗകര്യ മേഖലയിൽ കേരളത്തിലെ ആശുപത്രികളിൽ ഉണ്ടായിട്ടുണ്ട്. പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടങ്ങളില്ല, അത്യന്താധുനിക സൗകര്യങ്ങൾ വരുന്നു. 600 കോടി രൂപ മുടക്കി അവയവ മാറ്റത്തിന് വേണ്ടി മാത്രം ഒരു ആശുപത്രി തുടങ്ങുന്നു. സ്വകാര്യ മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാണ്. അതുകൊണ്ട് തന്നെ അവർ ഫണ്ടിറക്കി അവരിൽ നിന്ന് പണം വാങ്ങി KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സമരത്തിന് ഇറങ്ങുന്നു എന്ന് പറയുന്നതിൽ തെറ്റില്ല. തെളിവ് വരട്ടെ. വരും ദിവസങ്ങളിൽ എത്ര പൈസയാണ് സ്വകാര്യ ആശുപത്രി ലോബിയിൽ നിന്ന് UDF നേതാക്കൾ, KSU നേതാക്കൾ, യൂത്ത് കോൺഗ്രസ് നേതാക്കൾ വാങ്ങിയത് എന്നതിന്. സർക്കാർ ആശുപത്രിയിലേക്ക് ഇപ്പോൾ രോഗികളുടെ, സാധാരണക്കാരൻ്റെ ഒഴുക്കാണ്. ഒരു വർഷം 1 കോടി പേരൊക്കെയാണ് ചികിത്സ തേടി എത്തുന്നത് ആശുപത്രിയിൽ. വിവിധ ഘട്ടങ്ങളിലായിരിക്കും. ഒരാൾ തന്നെ 1, 2, 3, 4 തവണ ആശുപത്രിയിൽ എത്തേണ്ടി വരും. പക്ഷേ അതെല്ലാം കൂട്ടുമ്പോൾ 1 കോടിയോളം പേരാണ് ആശുപത്രിയിൽ എത്തുന്നത്. എന്ന് വെച്ചാൽ സർക്കാർ ആശുപത്രികൾ, പൊതുജന ആരോഗ്യ ശൃംഖല ജനങ്ങൾക്ക് അത്രമാത്രം സ്വീകാര്യമായിട്ടുണ്ട്. അവിടെ ചെന്നാൽ നല്ല ചികിത്സ കിട്ടും, നല്ല സൗകര്യമുണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നു. അങ്ങനെയൊക്കെ കേരളത്തിൽ നടക്കുമ്പോഴാണ് കേരളത്തിലെ ആശുപത്രികൾ, ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ നേതൃത്വം കൊടുത്ത് സമരത്തിന് ഇറങ്ങുന്നത് എന്നോർക്കണം. അതുകൊണ്ട് തന്നെയാണ് ഈ ചിത്രം, KSU നേതാക്കൾ ഷെയർ ചെയ്ത ഈ ചിത്രം ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത്. ഇതാണ് ഇന്നത്തെ ആശുപത്രിയുടെ അവസ്ഥ എന്ന് അവർ തന്നെ, KSU നേതാക്കൾ തന്നെ വിളിച്ചു പറയുകയാണ്. ഈ സൗകര്യങ്ങൾ അടക്കമുള്ള വലിയ ചിത്രം സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തത് വഴി.